കഴിഞ്ഞ കൊല്ലം വന്ന ഫെബ്രുവരി മോഡൽ എക്സാമിനേഷൻ എക്കണോമിക്സിൻ്റെ എങ്ങനെയായിരുന്നുള്ളത് നോക്കാം. അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് പരിചയപ്പെടാം. 1 മുതൽ 10 വരെ വൺ വേർഡുകളായിരുന്നു വന്നിരുന്നത്. അതിൽ ഫസ്റ്റ് വൺ വേർഡ് എന്ന് പറയുന്നത് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ പർച്ചേസ്ഡ് ആൻഡ് യൂസ്ഡ് ബൈ ഇറ്റ്സ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ആർ നോൺ ആസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കൺസ്യൂമർ ഗുഡ്സ്. Second question, a firm cannot vary all its inputs in their production process. If so, which of the following is associated with the above statement? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. തേർഡ് ക്വസ്റ്റ്യൻ, ദ ഇൻപുട്സ് യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് നോൺ ആസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ടോട്ടൽ പ്രൊഡക്റ്റ്. Fourth one, the demand curve of a firm under perfect competition is. ഇതിൻ്റെ ആൻസർ വന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രോബ്ലം ഓഫ് ചോയ്സ്. ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ ഡി ആണ്, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. ആറാമത്തെ, ഇൻ ദി ഇക്വേഷൻ P1x1 പ്ലസ് P2x2 ഈക്വൽ ടു എം, സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ ഈസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, -P1/P2. ഏഴാമത്തെ, ദി അപെക്സ് മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ഈസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എട്ടാമത്തെ, ആനുവൽ ഫങ്ഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ഗവൺമെൻറ് ഈസ് നോൺ ആസ്. എട്ടാമത്തതിൻ്റെ ആൻസർ എ ആണ്, ബഡ്ജറ്റ്. ഒമ്പതാമത്തെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷോസ് കൺസപ്ഷൻ ഫങ്ഷൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, റിലേഷൻ ബിറ്റ്വീൻ കൺസപ്ഷൻ ആൻഡ് ഇൻകം. പത്താമത്തെ വൺ വേർഡ്, ദ മാർക്കറ്റ് ഇൻ വിച്ച് കറൻസീസ് ആർ ട്രേഡഡ് ഫോർ വൺ അനദർ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. പിന്നെ വരുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്.